നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലീഗൽ സിസ്റ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളത്. പ്രധാനപ്പെട്ട ലീഗൽ സിസ്റ്റംസ് ഒന്ന് കോമൺ ലോ, സിവിൽ ലോ ആൻഡ് തിയററ്റിക്കൽ ലോ ആണ്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ബിസിനസ് ഫേം പലപ്പോഴും പല ലീഗൽ സിസ്റ്റംസ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഏതെല്ലാമാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിനെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ഇതിൽ കോമൺ ലോ എന്ന് പറയുന്നതിൽ ഒരു ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ഉണ്ടാവും. ബേസ്ഡ് ഓൺ ട്രഡീഷൻസ് ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്, പ്രയർ റൂൾസ്, പ്രീവിയസ് റൂൾസ് എല്ലാം ഉണ്ട്. അതിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിയമം അപ്പോഴത്തെ സിറ്റുവേഷനും ഇൻസിഡന്റും അനുസരിച്ചിട്ട് കോടതികൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. അത് ശരിക്കും ഡിറൈവ് ചെയ്തേക്കുന്നത് ഇംഗ്ലീഷ് ലോ ആണ്. നമ്മുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്ന സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോമൺ ലോ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് സിവിൽ ലോ ആണ്. ഇതിനെ കോഡിഫൈഡ് ലീഗൽ സിസ്റ്റം എന്നും പറയുന്നു. ഇതില് ഈ നിയമം ശരിക്കും പല പല കോഡുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൊമേഴ്സ്യൽ കോഡുകൾ, സിവിൽ കോഡുകൾ, ക്രിമിനൽ കോഡുകൾ, അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്, ഓരോരുത്തരുടെയും റൈറ്റ്സ് എന്തെല്ലാമാണ്, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് എന്തെല്ലാമാണ്, പ്രോപ്പർട്ടി റൈറ്റ്സ് എന്തെല്ലാമാണ്, ഇതെല്ലാം കൃത്യമായിട്ട് ഓരോ കോഡിലും അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിവിൽ ലോ സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലീഗൽ കോഡ്സിനെയാണ് കൂടുതലും അവർ ഫോക്കസ് ചെയ്യുക rather than any precedents. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടല്ല അവർ കാര്യങ്ങൾ ചെയ്യുക. വാട്ട് ഡസ് ദ റൂൾസ്, വാട്ട് ഡസ് ദ റെഗുലേഷൻസ്, എന്നിട്ടാണ് അത് ഇന്റർപ്രിട്ടേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഓൺ എ കേസ് ടു കേസ് ബേസിസ് അവർ കൂടുതലും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇതിൽ ഒരു ഇംപ്ലിമെന്റേഷൻ വരും. ഇത് ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളാണ് ഇത് കൂടുതൽ പ്രിവെയിൽ ചെയ്യുന്നത്. ദെൻ റിലീജിയസ് ലോ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന, എസ്പെഷ്യലി അറേബ്യൻ രാജ്യങ്ങളിൽ, സൗദി അറേബ്യ, അതുപോലെ ഇറാൻ, ഇറാഖ് പോലുള്ള രാജ്യങ്ങളിലെല്ലാം ഇസ്ലാമിക് ലോസ് ആണ് പ്രിവെയിൽ ചെയ്യുന്നത്. അവരുടെ ജുഡീഷ്യറി ആയിട്ടുള്ള റെഗുലേറ്ററി എൻവയോൺമെന്റിന് വേണ്ടിയിട്ടും അവർ കൂടുതലും അപ്ഹെൽഡ് ചെയ്യുന്നത് ഇസ്ലാമിക് ലോസ് ആണ്. അപ്പോൾ റിലീജിയസ് ലോസ് അപ്ഹെൽഡ് ചെയ്യുന്ന മൂന്നാമത്തെ തരത്തിലുള്ളൊരു ലീഗൽ സിസ്റ്റം നമുക്ക് നമ്മുടെ ഈ ലോകത്ത് ഉണ്ട്. അപ്പൊ ഈ ഡിഫറൻസസ് ഇൻ ലീഗൽ സിസ്റ്റം പലപ്പോഴും ഇന്റർനാഷണൽ ഫേംസിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കും. കാരണം അവരുടെ ഹോം കൺട്രികളുടെ നിയമവും സ്ട്രക്ചറും പോലെ ആയിരിക്കില്ല ഹോസ്റ്റ് കൺട്രികളിൽ ചെല്ലുമ്പോൾ. അപ്പൊ ലിറ്റിഗേഷൻസ് ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെ ഇത് സോർട്ട് ഔട്ട് ചെയ്യുന്നുള്ളത് വലിയൊരു ഇഷ്യൂ ഉള്ളൊരു കാര്യം. ചില സിസ്റ്റത്തിൽ ഭയങ്കര ഒരു ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി കോമൺ ലോ പോലെയുള്ളത്. പക്ഷേ സിവിൽ ലോ സിസ്റ്റത്തിൽ ആ ഫ്രീഡം തീരെ ഇല്ല, വളരെ കുറവാണ്. കുറച്ചും കൂടി കോഡ് വളരെ സ്ട്രോങ് ആണ്, റിജിഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ കോൺട്രാക്ട്സ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട്, മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസ് റിട്ടൺ ആയിട്ട് ഉണ്ടാവണം, ടു അവോയ്ഡ് എനി ആംബിഗ്യൂട്ടീസ്. പലപ്പോഴും പല കാര്യങ്ങളിലും പ്രിസംഷൻസും അസംഷൻസ് എല്ലാം ഉണ്ടാവും. ആ പ്രിസംഷൻസും അസംഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് ഇൻ വേർഡ്, ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓരോ കാര്യങ്ങളും ഡ്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ രക്ഷപ്പെടാനായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്ട്സ് ചില രാജ്യങ്ങൾ വളരെ ഷോർട്ട് ആൻഡ് പ്രിസൈസ് ആണെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ കോൺട്രാക്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും പറയാം, എല്ലാ പ്രൊവിഷൻസും പറഞ്ഞിട്ട്. ദെൻ ചില രാജ്യങ്ങൾ, അതായത് USA, UK പോലുള്ള രാജ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ഫോറിൻ കമ്പനി ഒരു പെർട്ടിക്കുലർ രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയുള്ള നിയമങ്ങൾ അനുസരിച്ചിട്ട് വേണം അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പല രാജ്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് പല രാജ്യങ്ങളിലെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരല്പം ഡിഫിക്കൽട്ട് ആയ ടാസ്ക് ആണ്. പക്ഷെ നിവൃത്തിയില്ല, അവരങ്ങനെ ചെയ്തേ പറ്റും. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ഫേം ആകുമ്പോൾ അവർക്ക് ഹോം കൺട്രിയിലെ റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടി വരും, ഫോറിൻ കൺട്രിയിലെ റെഗുലേഷൻസ് ഫോളോ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ നിയമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ക്രോസ് കൺട്രി, ക്രോസ് ബോർഡേഴ്സ് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ആ നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമങ്ങളും അവർ ഫോളോ ചെയ്യേണ്ടി വരും. ദെൻ വിത്ത് റെസ്പെക്ട് ടു കോൺട്രാക്ട്സ്, ഓരോ രാജ്യങ്ങളിലും ഇന്റർനാഷണൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, ലേബർ റിലേഷൻസ്, പ്രോപ്പർട്ടി റൈറ്റ്സ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിലേറ്റ് ചെയ്തിട്ട് പലപ്പോഴും ഇന്റർനാഷണൽ ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് അവർ അഡ്ഹിയർ ചെയ്യേണ്ടി വരും. എന്നാലേ ഈ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. കാരണം അത് പലപ്പോഴും ഗവേൺ ചെയ്യുന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ്. അതുപോലെ തന്നെ ചില കൺവെൻഷൻസ്, WTO, IMF പോലെയുള്ള പല തരത്തിലുള്ള ഇന്റർനാഷണൽ ഏജൻസികളാണ് ഇതിന്റെ എല്ലാം റെഗുലേഷൻസ് പ്രോപ്പറായിട്ട് ഓരോ രാജ്യങ്ങളും ഒബേ ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ട്രഡീഷണലി സിവിൽ ലോസ് ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന കോൺട്രാക്ട്സ് വളരെ ബ്രീഫ് ആയിരിക്കും, ബ്രോഡ് ലാംഗ്വേജ്. കാരണം
അവരുടെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കുറേയും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും കോഡുകളെല്ലാം മെൻഷൻ ചെയ്തിട്ട് ആ കോഡ്സ് റെഫർ ചെയ്തിട്ടായിരിക്കും ചെയ്യും. അത് രണ്ടാമത് റീഇൻസ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. പക്ഷെ കോമൺ ലോയിൽ അവിടെ ക്ലാരിറ്റി കുറവും ആംബിഗ്വിറ്റിയും വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും നല്ലത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്പെസിഫിക് ആയിട്ടുള്ള കോൺട്രാക്ട്സ് എപ്പോഴും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ നമ്മൾ കണ്ടത് ലീഗൽ എൻവയോൺമെന്റ് എന്താണ്, അതുപോലെ ലീഗൽ റിസ്ക് എന്താണ്, അതുപോലെ പ്രധാനപ്പെട്ട ലീഗൽ സിസ്റ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങളും ആ രാജ്യത്തുള്ള നിയമങ്ങളും ഫോറിൻ രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ ആ റെഗുലേഷൻസും അനുസരിച്ചിട്ട് വേണം നമ്മൾ ബിസിനസ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.